നിയുക്ത സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അങ്ങ് സ്പീക്കർ പദവിയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ കൂടിയാണ് വരുന്നത്. എങ്ങനെ കാണുന്നു പുതിയ സ്ഥാനലബ്ധിയെ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായി ഞാൻ ഇതിനെ എടുക്കുകയാണ്. പിന്നെ എൻ്റെ മുന്നണിയും പാർട്ടിയും എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസം കൂടി ഇതിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുകയും ചെയ്യുകയാണ്. ബഹുജന മധ്യത്തിൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണം, നിയമസഭയെക്കുറിച്ച് നല്ല പേര് ഉയർത്തിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹം ഇതിൻ്റെ പിന്നിലുണ്ടാകാം എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാനിത് സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ തവണയൊക്കെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വലിയ വാക്കേറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കും. അങ്ങ് മുതിർന്ന നേതാവാണ്. സ്വാഭാവികമായും വളരെ ജനാധിപത്യപരമായ ഒരു സ്പീക്കർ പ്രകടനം എന്ന നിലയ്ക്കാണ് നമ്മുടെ കാലങ്ങളായി നമ്മളുടെ നിയമസഭ കണ്ടിട്ടുള്ളത്. അതിൽ ഒരു കുറവും ഉണ്ടാകില്ല എന്നുള്ളത് അങ്ങാകുമ്പോൾ തന്നെ നമുക്ക് വ്യക്തവുമാണ്. നിയമസഭയിൽ ഇത്രയും കാലം ഇരുന്ന ഒരാളാണ്. സ്പീക്കർ പദവി അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ നിയമസഭ ദ്വന്ദ്വയുദ്ധത്തിലുള്ള സ്ഥലമല്ല. നിയമസഭ നിയമത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും ജനസേവനം നടത്തുന്നതിനുള്ള ആളുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടമാണ്. ആ നിലയിൽ അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സഭാനാഥൻ എന്നുള്ള നിലയിൽ സ്പീക്കറുടെ ചുമതലയാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഇപ്പോൾ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും വന്നിരിക്കുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആളുകളെ ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കില്ല. അവരുടെ സൽബുദ്ധിയും അവരുടെ നല്ല പ്രവർത്തനങ്ങളും ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ജനകീയ നേതാക്കന്മാരെ ഈ നിയമസഭയിൽ വന്നിട്ടുള്ളത്. 140 ആളുകളുടെയും താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഒരു ആക്ഷൻ പോലെയാണ് റിയാക്ഷൻ. ആക്ഷൻ പോസിറ്റീവ് ആകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് റിയാക്ഷനും സ്വാഭാവികമായും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. നിയമസഭ നടത്തിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ള ആളുകൾ ഒരുപോലെ സഹായിക്കും, സഹകരിക്കും എന്നുള്ള പ്രത്യാശയോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. അത് നമ്മുടെ നിയമസഭ 100-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയാണ്. ആ പാരമ്പര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മലയാളികൾക്ക് ലോകം തന്നിട്ടുള്ള വലിയ അംഗീകാരം കൂടി സാംസ്കാരിക ഔന്നത്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിയമസഭാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അനാവശ്യ തർക്കങ്ങളുണ്ടാകില്ല, മറ്റ് അതിക്രമങ്ങളുണ്ടാകില്ല. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വലിയ ഭൂരിപക്ഷമാണ് ഭരണപക്ഷത്തിനുള്ളത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ അംഗസംഖ്യ ദുർബലമാണ്. വലിയ ആധിപത്യം അംഗബലത്തിന്റെ പേരിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങ് നിയന്ത്രിക്കില്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഭൂരിപക്ഷം തന്നെ മറുഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ശക്തിയായിട്ടാണ് ഇന്നിപ്പോൾ ഭരണകക്ഷിയായിട്ടിരിക്കുന്ന ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ വല്ലാത്ത അതിക്രമങ്ങൾ കാണിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. അതെല്ലാവർക്കും ഒരു സൂചനയായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ജനാധിപത്യപരമായി ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും അങ്ങ് പൂർത്തീകരിക്കും. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ഡിബേറ്റ് വിത്ത് മാധു സജി.